ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DL അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നമുക്ക് കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ കമൻസിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ DLഡിൻ്റെ ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചില കമൻസിൻ്റെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18/7/2024 അപ്പോൾ നിങ്ങൾ 18-ാം തീയതി വരെ അല്ലെങ്കിൽ എൻ മൊമെൻറ്റ് വരെ നിങ്ങൾ അപേക്ഷ അയക്കാൻ നോക്കിയിരിക്കരുത്. ഒരു 15-16 തന്നെ നമ്മുടെ അപേക്ഷ DD ഓഫീസിൽ എത്തത്തക്ക വിധം വേണം നിങ്ങൾ അപേക്ഷ അയക്കാൻ. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. കാരണം 18-ാം തീയതിക്ക് ശേഷം വരുന്ന അപേക്ഷ ഒരു കാരണവശാലും പരിഗണിക്കില്ല. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. പലരുടെയും സംശയം ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ അക്ഷയയിൽ പോയാണോ നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വർഷം ഓഫ്ലൈനായിട്ട് തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനകത്തും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് കാണാത്തവർ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങളുടെ സംശയങ്ങൾ പലതും ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്തിട്ട് ആ ഒരു ഫോമിലാണ് നിങ്ങൾ ഓരോരോ കോളവും നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ശേഷം ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം വെക്കുക. ശേഷം നിങ്ങൾക്ക് അത് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് DD ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് DD ഓഫീസിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. ഗവൺമെൻറ് എയ്ഡിലേക്ക് അപേക്ഷിക്കാൻ ഒരു ഫോമാണ് വരുന്നത്, സെൽഫ് ഫിനാൻസിലേക്ക് മറ്റൊരു ഫോമുമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ 14 ജില്ലയിൽ നിങ്ങൾക്ക് ഏത് ജില്ലയാണോ ഇഷ്ടം നിങ്ങൾക്ക് ആ ഒരു ജില്ല തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ താമസിക്കുന്ന ജില്ല തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയാണോ തിരഞ്ഞെടുക്കുന്നത് ആ ജില്ലയിലെ DD ഓഫീസിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത്, പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം DD ഓഫീസിലേക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്, കൊല്ലമല്ല. ഓക്കെ. ഇനി അടുത്തത് സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ്. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ഇപ്പം OBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് NCL സർട്ടിഫിക്കറ്റ് ഈ ഒരു അപേക്ഷയോടൊപ്പം വെക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ NCL സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ NCL സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. കാരണം നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പല ജില്ലകളിലും ചിലപ്പോൾ OBCക്കാർക്ക് NCL സർട്ടിഫിക്കറ്റ് ചോദിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതത് വെബ്സൈറ്റുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചില ജില്ലകളിലെല്ലാം OBC സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഈ വർഷം ചോദിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അഡ്മിഷൻ സമയമാകുമ്പോഴത്തേക്കും OBC അതായത് NCL OBCക്കാർക്ക് NCL സർട്ടിഫിക്കറ്റ് ആണ്, ആ ഒരു NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ. അതുമാത്രമല്ല ഇപ്പോൾ SC/ST വിഭാഗക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നിങ്ങളിപ്പോൾ അപേക്ഷ അയക്കുന്ന സമയത്ത് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ ടൈം ആകുമ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കരുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ കയ്യിലില്ലാത്തവർ നിങ്ങളിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പലരും ചോദിക്കുന്നുണ്ട്, SC/ST വിഭാഗത്തിന് അപേക്ഷാ ഫീസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസ് ആയാലും SC/ST കാറ്റഗറിക്കകത്ത് അപേക്ഷാ ഫീസ് ഇല്ല. നിങ്ങൾ 5 രൂപയുടെ ചെലാനോ അല്ലെങ്കിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സെൽഫ് ഫിനാൻസ് നിങ്ങൾ 100 രൂപയുടെ DD എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെയും കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യമാണ്. പല വീഡിയോകളിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഒരുപാട് കുട്ടികൾ അത് കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അപേക്ഷ അയക്കുന്ന സമയത്ത് TCയും CCയും അതോടൊപ്പം വെക്കേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കുന്നു കോപ്പി വെക്കണമെന്നൊക്കെ. അതിൻ്റെ ആവശ്യമില്ല. TCയും CCയും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അല്ലാതെ മറ്റേതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴേ പോയി TC CC ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് 2 വിഭാഗമായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഷുവർ ലിസ്റ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരും. അവിടെ ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ ഉറപ്പ്. അങ്ങനെയുള്ളവരാണ് അഡ്മിഷന് പോകുന്നത് അല്ലെങ്കിൽ
ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് TCയും CCയും എല്ലാം കയ്യിൽ കരുതേണ്ടത്. അല്ലാത്ത കുട്ടികൾ, അതായത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾ, നിങ്ങളുടെ കയ്യിൽ TCയും CCയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുതാം. അതല്ല നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോയി TC CC ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പായി എന്ന് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മേടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. TC ആൻഡ് CC നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്താൽ മതി. ആപ്ലിക്കേഷനോടൊപ്പം TCയുടെയും CCയുടെയും കോപ്പി ഒന്നും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി പലരും ചോദിക്കുന്നത് ബോണസ് പോയിൻറ്റ്സിൻ്റെ കാര്യമാണ്. അതായത് NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, കലോത്സവം, കായികം, ഇങ്ങനെയുള്ള ബോണസ് പോയിൻറ്റ്സ് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ പല വീഡിയോസിൽ അതും പറഞ്ഞിട്ടുള്ളതാണ്. +2 ലെവൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു DLEDന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് PSC ആണ്. അപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ +2 ലെവൽ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും. പലരും ചോദിക്കുന്നു 10th സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ കൺസിഡർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിലെ DD ഓഫീസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക, ഇതുപോലെ ഈ സർട്ടിഫിക്കറ്റ് വെക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഗ്രിയുടെ അല്ലെങ്കിൽ 10th ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ ഇനിയും PSC ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാറ്റഗറിയിലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ അതായത് ഡിഗ്രി അല്ലെങ്കിൽ 10th ഉള്ള സർട്ടിഫിക്കറ്റ് കൺസിഡർ ചെയ്യാനും മതി. നമുക്കറിയില്ല PSC എങ്ങനെ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ്. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളത് DD ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ അവിടെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നിടത്ത് ഡിഗ്രി വെക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഇപ്പം ഒരു പേപ്പറൊക്കെ ഡിഗ്രിക്ക് കിട്ടാനുള്ള വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ ഡിഗ്രി എന്ന് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ. അപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വെക്കാം. നിങ്ങളുടെ മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, പക്ഷേ പ്രൊഫഷണൽ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡിഗ്രി എന്ന് ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കണം നിർബന്ധമായും. ഓക്കെ. അപ്പം നിങ്ങൾക്കിപ്പോൾ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളുടെ കാര്യമാണ്. ഇപ്പോൾ എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഏത് എയ്ഡഡ് മൈനോറിറ്റി കോളേജിലാണോ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിലെ മാനേജർക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ കൂടെ വെക്കാൻ പാടില്ല. ഓക്കെ. വെക്കാൻ പാടില്ല എന്നല്ല, വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നിങ്ങളിപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ മൈനോറിറ്റി കോളേജുകളോട് നിങ്ങൾ വെച്ച് കൊടുത്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നിങ്ങൾ അതത് കോളേജുകളെ മാനേജർക്കാണ് അതിൻ്റെ ഫോം കൊടുക്കേണ്ടത്. അപ്പോൾ മാനേജർക്ക് കൊടുക്കുന്ന ഫോമിൻ്റെ കോപ്പി നിങ്ങൾ അതത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് കൂടെ അയച്ചു കൊടുക്കുക. അതായത് DD ഓഫീസിലേക്ക് കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പം കഴിഞ്ഞ വർഷം എയ്ഡഡ് മൈനോറിറ്റിയിൽ അപ്ലൈ ചെയ്ത കുറച്ച് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് എയ്ഡഡ് മൈനോറിറ്റി കോളേജിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ കോളേജിൽ നിന്നുമാണ് നിങ്ങൾ ഫോം മേടിക്കേണ്ടത്. ഓക്കെ. എന്നാൽ ചില എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിൽ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് ഫോം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു എയ്ഡഡ് മൈനോറിറ്റി കോളേജിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ കോളേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ശേഷം ഫോം എങ്ങനെയാണ് വാങ്ങേണ്ടത്, നമ്മൾ കോളേജിൽ നിന്നാണോ ഫോം വാങ്ങേണ്ടത്, അതല്ല നമ്മുടെ ഒരു ഗവൺമെൻറ് എയ്ഡഡിൻ്റെ അതേ ഫോം തന്നെ ഫില്ല് ചെയ്ത് അയച്ചാൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എയ്ഡഡ് മൈനോറിറ്റിയിൽ കൊടുക്കുന്ന ആ ഒരു ഫോമിൻ്റെ കോപ്പി നിങ്ങൾ അതത് ജില്ലയിലെ DD ഓഫീസിലും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലും 50% മെറിറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എയ്ഡഡ് മൈനോറിറ്റിയിലേക്കുള്ള അഡ്മിഷൻ അതത് കോളേജുകൾ തന്നെയാണ് നടത്തുന്നത്. ഓക്കെ. ഇനി പറഞ്ഞ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ ആ ഒരു ഫോം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് സ്പോർട്സ് കൗൺസിലിന് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അതത് ജില്ലയിലെ DD ഓഫീസിലും കൂടെ അയച്ചു കൊടുക്കണം. അപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഒരുപാട് കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്